2024 പോയി. നമ്മള് പുതിയൊരു വർഷത്തിലോട്ട് കടന്നിരിക്കുകയാണല്ലേ. 2025 ഒരുപാട് പുതിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി മുന്നോട്ട് പോവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഇഫക്റ്റിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസും പ്ലാൻസും ഒക്കെ എടുക്കുമ്പോൾ പലരുടെയും പല സ്വപ്നങ്ങളായിരിക്കും, പല സാഹചര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്ലാൻ പറഞ്ഞ് അത് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്നൊന്നുമില്ല. നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുക. ചിലർക്ക് പ്ലാനറിലും ജേണലിലൊക്കെ എഴുതുന്നതായിരിക്കും ഇഷ്ടം. ചിലർ മനസ്സിൽ സൂക്ഷിക്കും. പക്ഷെ മനസ്സിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ എഴുതി വെക്കുക. അതിപ്പോൾ ഒരു ബുക്കിൽ തന്നെ എഴുതുന്നില്ല. ഒരൊറ്റ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ വർഷം ഫോക്കസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഒന്നെങ്കിൽ പ്രിന്റ് എടുത്ത് ഒട്ടിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ എഴുതി വയ്ക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു നോട്ടമൊക്കെ കിട്ടും. അപ്പം നമ്മുടെ ആ ഒരു സ്വപ്നങ്ങൾ എന്നും രാവിലെ എണീക്കുന്ന ഒരു സ്ഥലത്ത്, കാണുന്ന സ്ഥലത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കാണും. വിഷൻ ബോർഡ് മേക്ക് ചെയ്യുന്നതൊക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ബുക്കിൽ എഴുതുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് 12 മാസം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അത് നമുക്ക് പകുതി പകുതിയാക്കാം. അപ്പോൾ ആദ്യത്തെ 6 മാസം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായിരിക്കണം നമ്മുടെ ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പിന്നെയും വേണമെങ്കിൽ നമുക്ക് 3 മാസം 3 മാസം എന്ന രീതിയിൽ പിന്നെ അതൊരു ചെറിയ ബ്ലോക്ക് ആക്കാം. അപ്പോൾ ഒരു വർഷത്തെ നമ്മൾ 4ആയിട്ട് ഭാഗിച്ച് ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അത് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഓർക്കുക, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് കിട്ടുന്നൊരു റിസൾട്ട് ഇന്ന ഡെഡ് ലൈനിൽ കിട്ടിയില്ല എന്നിരുന്നാൽ പോലും ആ ഒരു ജേണി എങ്കിലും നമ്മൾ എൻജോയ് ചെയ്യണം. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു ജേണി തന്നെയാണ്. പിന്നെ സ്വപ്നങ്ങൾക്കെല്ലാം ഡെഡ് ലൈൻസ് വെക്കണം. കാരണം ഇത്ര മാസത്തിനുള്ളിൽ ഒരു ടൈം പീരീഡ് കൊടുത്താലും പെട്ടെന്ന് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി തന്നെ റിവാർഡ് ഒരുക്കുക. അതിപ്പോൾ ഒരു 5 ദിവസത്തെ ഒരു ട്രിപ്പാണോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുന്നതാണോ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റിവാർഡ് കൊടുക്കുക. അതൊക്കെ ഒരു സന്തോഷമാണ്. കാരണം ബ്രേക്ക് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ലൈഫിൽ കൊണ്ടുപോകാനായിട്ട് വേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വർഷം എല്ലാവർക്കും നല്ല രീതിയിലാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ.